പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൃഷ് സംസാരിക്കാൻ തയ്യാറാകുന്നു. ഇനി എന്തായാലും കാര്യങ്ങൾ നീ പേടിക്കണ്ട എന്നും ഞാനുണ്ട് എല്ലാത്തിനും കൂടെ എന്ന് കൃഷ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൺമണിയുടെ അച്ഛൻ കൃഷിനെ ചെന്ന് കാണുന്നത്. കൈകൂപ്പിക്കൊണ്ട്, എൻ്റെ മകളെ ഇവിടെ നിന്ന് നിങ്ങൾ വേണം രക്ഷിക്കാൻ. അവൾ ഈ നരകത്തിലാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷല്ലാതെ മറ്റൊരാൾക്കും അത് ചെയ്യാൻ സാധിക്കുകയില്ല. അവളെ കൈവിടരുത് പ്ലീസ്. ഇത് കേട്ടതിനെ തുടർന്ന്, ഇല്ല, ഞാൻ കൺമണിയെ ഒരിക്കലും കൈവിടില്ല. കാരണം കൺമണിയെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഏറ്റുപറയുന്നത്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയുടെ അച്ഛന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. താലി കെട്ടേണ്ട ദിവസം വന്നെത്തിയതിനെ തുടർന്ന് വരുൺ എത്തിയിരിക്കുകയാണ് ആർഭാടമായി. പക്ഷേ കൺമണിയോട് കഥ തുറക്കാൻ ആവശ്യപ്പെടുന്നു ധനലക്ഷ്മി. കൺമണിയാകട്ടെ അതിന് തയ്യാറാകുന്നുമില്ല. ഇതോടെ ആകെ പകച്ചു പോകുകയാണ്. വീട്ടിലുള്ള എല്ലാവരും കൺമണി എന്തെങ്കിലും കടുങ്കൈ ചെയ്തു എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ഓടി വരികയാണ് കൺമണിയുടെ റൂമിലേക്ക്. മനോജ് ഇതേ തുടർന്ന് തട്ടി വിളിക്കുകയാണ് കൺമണിയെ. കൺമണി, വാതിൽ തുറക്ക്, വെറുതെ ടെൻഷൻ ആക്കല്ലേ ഞങ്ങളെ. ഞങ്ങളാകെ പകച്ച് നിന്നുപോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി ഒടുവിൽ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് മനോജിനും ധനലക്ഷ്മിക്കും. വാ, ദേ വരുണൊക്കെ വന്നു കഴിഞ്ഞു. ഇനി പേടിക്കേണ്ട, കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തന്നെ ചെയ്യാം. എന്താ അതുപോലെ? ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി തൻ്റെ മനസ്സിലെ വിഷമം മാറ്റി വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ ശുഭകരമായി നടക്കും എന്നുള്ള വിശ്വാസത്തിൽ സന്തോഷിക്കുകയാണ് പോലീസുകാരുടെ മുന്നിൽ വെച്ച് വരുൺ. പക്ഷേ വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കൃഷ് വരികയും ചെയ്യുന്നു. ആ, കൃഷ് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന വരുൺ താലി കെട്ടാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇത് കണ്ടതിനെ തുടർന്ന്, നീ താലി കെട്ടുമടാ എൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞ് വരുണിനെ ഇടിച്ചു വീഴ്ത്തുന്ന കൃഷ് വരുണിന്റെ കാല് ഒടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും വരുണിന്റെ സുഹൃത്തായ അനിരുദ്ധ് ഇടപെടുന്നു. എന്നാൽ അനിരുദ്ധിനെയും തല്ലി തോൽപ്പിക്കുന്ന കൃഷ്, നിന്നെ ഞാൻ പണ്ട് അവൻ്റെ കൂടെ കണ്ടപ്പോഴേ ഓങ്ങി വെച്ചതാ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് കൺമണിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൃഷ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ട് എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.